ഹായ്, എല്ലാവർക്കും റിയാസ് വില്ലേജ് ഫുഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ചിക്കൻ ബിരിയാണിയാണ്. അതിനാവശ്യമായ സാധനങ്ങളാണ് ഇതൊക്കെ. വെല്ലുള്ളി, നാരങ്ങ, പൊരിച്ചാലുള്ള ഉള്ളി, ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, ക്യാരറ്റ്, തക്കാളി, മല്ലിച്ചപ്പ്, പുതിന, തൈര്, പിന്നെ മല്ലി, മുളക്, മഞ്ഞൾ, ചിക്കൻ മസാല, അണ്ടിപ്പരിപ്പ്, മുന്തിരി, നെയ്യ്. നമ്മളിന്ന് ഉണ്ടാക്കുമ്പോൾ 5 കിലോ ചിക്കൻ ബിരിയാണിയാണ്. നമുക്കത് ഉണ്ടാക്കിയാലോ? അപ്പോൾ നമ്മളെ ചിക്കൻ ബിരിയാണിക്കുള്ള മസാല ആയിട്ടുള്ളത് പട്ട, ഗ്രാമ്പൂ, ജാതിക്ക, ജാതിപത്രി, സാജീരകം, വേലിപ്സ്, കാറാമ്പൂ, ഇതൊക്കെ പാടെ നമുക്കൊന്ന് പൊളിച്ചെടുക്കാം. നമ്മളിപ്പോൾ ബിരിയാണിക്ക് 6 കിലോ കോഴിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളെ ബിരിയാണി ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണില്ലേ. അപ്പോൾ നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഉള്ളി വാട്ടാം. ബിരിയാണിക്കെല്ലാം മസാല കൂട്ടിയെടുക്കുക. നമുക്ക് ലേശം ഉലുവ ഇട്ട് കൊടുക്കുക. അത് പൊട്ടി വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒപ്പം നമുക്ക് വലിയ ജീരകം ഇട്ട് കൊടുക്കുക. ഉള്ളി തൊട്ടിട്ട് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. അപ്പോൾ നമ്മളെ ഉള്ളി നല്ല മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ചെറുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഇനി ഇതൊക്കെ പാലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി. അതിൻ്റെ പച്ചമണം മാറണം, നന്നായിട്ട് വഴറ്റണം. നമുക്ക് അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഉള്ളിയും തക്കാളി എല്ലാം കൂടെ ഒന്ന് വാട്ടിയെടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് മസാല എടുക്കാം. ആവശ്യമായ മുളക് പൊടി, മസാല, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇനി നന്നായിട്ടൊന്ന് വഴറ്റുക. മസാല നന്നായിട്ട് പിടിക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച മസാല അത് ഇട്ട് കൊടുക്കാം. നമുക്കിനി നമുക്ക് ലേശം തൈര് ഒഴിച്ച് കൊടുക്കാം. നമ്മൾ 1.5 പാക്കറ്റ് തൈരാണ് ഒഴിച്ചിട്ടുള്ളത് 5 കിലോ അരിക്ക്. അപ്പോൾ നമ്മൾ തൈരൊക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ടാക്കി നമുക്ക് മല്ലിച്ചപ്പും പൊതിഞ്ഞ് ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇനി ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കുക. ഇനി നമുക്ക് ലേശം ചെറുനാരങ്ങ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ചെറുനാരങ്ങ മതിയിട്ടില്ലേ. മസാലയൊക്കെ റെഡി ആകുന്നിട്ട് നമുക്ക് അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സാക്കുക. ഇനി നന്നായിട്ടൊന്ന് മസാല പിടിക്കട്ടെ. എന്നിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നമുക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരി ഒന്ന് വറുത്തെടുക്കാം. അതേമാതിരി ഉള്ളി എല്ലാം ഒന്ന് വറുത്തെടുക്കാം. ഇനി അതിക്കെല്ലാം മുന്തിരി ഇട്ട് കൊടുക്കാം. മുന്തിരി അണ്ടിപ്പരിപ്പ് ആയിട്ടുണ്ട്. നമുക്ക് കോരിയെടുക്കാം. ഉള്ളി വറുത്ത് കോരാം. ഉള്ളി നല്ല മൂത്ത് വന്നിട്ട് നമുക്ക് കോരിയെടുക്കാം. നമ്മൾ 5 കിലോ അരി എടുത്തിട്ടുള്ളത് ചിക്കൻ ബിരിയാണിക്ക്. അത് നമ്മൾ കഴുകിയിട്ട് കുതിർക്കാൻ വെച്ചിരിക്കുകയാണ്. നമ്മൾ ബിരിയാണിക്കുള്ള വെള്ളം നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ ലേശം ഉപ്പിട്ട് കൊടുക്കുക. നാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കുക. നാരങ്ങ നീര് ഒഴിക്കണമെന്ന് കഴിഞ്ഞാൽ ചോറ് വേറിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണല്ലേ. വെള്ളം ചൂടായി വന്നിട്ട് നമുക്ക് അതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. അരി ഇട്ടുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതിൽ ചോറ് കട്ട പിടിക്കും. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മളെ ബിരിയാണി ദമ്മിട്ട് വെച്ചിട്ടില്ലേ. നമ്മൾ കുറച്ച് ഭാഗങ്ങൾ വിട്ടുപോയി. അപ്പോൾ ഇതുമ്പോൾ നമ്മളെല്ലാതും ബിരിയാണി അരിയൊക്കെ ഇട്ട് അതിൻ്റെ മുകളിൽ അണ്ടിപ്പരിപ്പ്, മുന്തിരി, മല്ലിച്ചപ്പൊക്കെ ഇട്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഗരം മസാല ഇടാം.
ഇനി നമുക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നമ്മൾ ഈ ചിക്കൻ വെച്ചിട്ടുള്ളത് വെള്ളം ഒഴിക്കാതെയാണ് വെച്ചിട്ടുള്ളത്. ആ ചിക്കനിലെ വെള്ളം മാത്രമേ ഉള്ളൂ. സംഭവം വെരി ടേസ്റ്റിയാണ്. കുറച്ച് ഭാഗങ്ങൾ വിട്ടുപോയിട്ടുണ്ട്. ഇനി നമുക്ക് ദമ്മിട്ട് കൊടുക്കാം. ഓയിലൊക്കെ ഒഴിച്ചിട്ടുണ്ട്. മൈദ ഒക്കെ സെറ്റായിട്ടുണ്ട്. നമുക്കിനി ദമ്മിട്ട് വെക്കാം. എല്ലാ സൈഡിലും എയർ പോവാതെ പരമാവധി അടപ്പടച്ചേക്കുക. ദമ്മിട്ട് കൊടുക്കുകയാണ്. ഞാൻ എൻ്റെ മുകളിലേക്ക് കുറച്ച് കണൽ വാരിടാം. അപ്പോൾ നമ്മളെ കണലൊക്കെ മുകളിൽ പോയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് 1 മണിക്കൂറിന് ശേഷം ദമ്മ് പൊട്ടിക്കാം. അപ്പോൾ നമ്മൾ ദമ്മ് പൊട്ടിക്കാൻ പോവുകയാണ്. സംഭവം നല്ല സ്മെല്ല് വരുന്നുണ്ടല്ലേ. നല്ല ടേസ്റ്റുള്ള മണം. അയ്യോ സാധനം ഉഷാറാണില്ലേ. വാവ്. സംഭവം ബിരിയാണീൻ്റെ നല്ല സ്മെല്ല്. നമ്മളിത് ഇറച്ചിയിൽ വെള്ളം ഒഴിക്കാതെ ഇറച്ചിയിലത്തെ വെള്ളം വെച്ച് മാത്രം ഉണ്ടാക്കിയ ബിരിയാണി അല്ലേ. ഇറച്ചിയിൽ വെള്ളം ഒഴിച്ചിട്ടില്ല. അപ്പോൾ നമ്മളെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് കഴിച്ചു നോക്കാം. ചിക്കൻ ബിരിയാണിയാണ്. സംഗതി സാറാണ്. നല്ല ടേസ്റ്റുണ്ട് ബിരിയാണി. നമ്മൾ വെള്ളം നയിക്കാതെ വെറുതെ വാട്ടിയത് 2-3 ദമ്മിട്ടിട്ടാണ് ചിക്കൻ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക. ഇതൊരു വീഡിയോയുമായി വീണ്ടും വരാൻ. ബൈ.